ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് നമ്മൾ വായിച്ചിട്ട് പുനരുദ്ധാനത്തെ കുറിച്ചുള്ള ഒരു വിവാദമാണ്. ഇവിടെ പുനരുദ്ധാനം ഇല്ല എന്ന് കരുതിയിരുന്ന സദുക്കായർ വന്നിട്ട് ഈശോയോട് പറയുകയാണ്, ഇങ്ങനെ മോശയുടെ നിയമത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു കഥയൊക്കെ ഉണ്ടാക്കുകയാണ്. ഒരു കഥയൊക്കെ തട്ടിക്കൂട്ടിയിട്ട് ഈശോയുടെ അടുത്ത് ചോദ്യം ചോദിക്കുന്നു. ഈശോ ഒടുവിൽ കൃത്യമായിട്ട് അതിനുള്ള മറുപടി കൊടുക്കുകയാണ്. ഇന്നത്തെ ലേഖനഭാഗത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ ആദ്യത്തെ വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പറയുകയാണ്, പൂർവ്വപിതാക്കന്മാർ വഴി ദൈവം നമ്മളോട് പല ഘട്ടങ്ങളിൽ പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ അവസാന നാളുകളിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അവിടുന്ന് തന്റെ പുത്രൻ വഴി നമ്മളോട് സംസാരിക്കുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് അർത്ഥമാക്കുന്ന ഇതാണ്, അതായത് ഒരു കാലഘട്ടത്തില് പൂർവ്വപിതാക്കന്മാർ വഴി ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, അതൊക്കെ അതവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോ അവന്റെ പുത്രൻ വഴി ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ഇത് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത്. ഈ ആളുകൾ വന്നിട്ട് ഈശോയോട് പറയുകയാണ്, മോശ ഇപ്രകാരമൊക്കെ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ ഈശോ മറുപടി കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ഈ വചനത്തിന്റെ ഒരു പൂർത്തീകരണമാണ് നമ്മളവിടെ കാണുന്നത്. പൂർവ്വപിതാക്കന്മാര് പല കാലഘട്ടങ്ങളിൽ പല രീതികളിൽ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ദൈവത്തിന്റെ പുത്രൻ നമ്മളോട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന എന്നുള്ള രീതിയിലാണ്. ദൈവത്തിന്റെ പുത്രൻ നമ്മളോട് പറയുന്ന കാര്യം എന്താണ്? അവിടെ ഈശോ നമ്മളോട് പറയുന്ന കാര്യം ഈ മരണത്തിനപ്പുറത്ത് ഒരു ജീവിതം ഉണ്ട് എന്നുള്ളതാണ്. ഈ മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളൊക്കെ ഇതുപോലെ തന്നെ നിലനിൽക്കണം എന്നൊന്നുമില്ല, മറിച്ച് നമ്മൾ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും എന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ ദൈവപുത്രനായ ഈശോ നമ്മളോട് പറയുന്നത് പോലെ തന്നെ മരണത്തിനപ്പുറത്ത് ഒരു ജീവിതം ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രത്യേകിച്ച് ഇത് നവംബർ മാസമാണ്. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ്. ഈ നവംബർ മാസത്തിന്റെ അവസാനത്തോടെ എടുക്കുമ്പോൾ കൂടുതലായിട്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ ഈ മരണത്തിനപ്പുറത്ത് നമുക്കും ഒരു ജീവിതമുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടെ ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.